കാട്രാക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 45-50 വയസ്സ് കഴിയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ബാധിച്ചു തുടങ്ങും. കാട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ കണ്ണിൻ്റെ ലെൻസിൻ്റെ സുതാര്യത പോവുകയാണ്. നമുക്കറിയാം, ഈ ക്യാമറയോട് കണ്ണ് ഉപമിച്ച് കഴിഞ്ഞാൽ ക്യാമറ ക്യാമറയിലുള്ള ലെൻസ് പോലെ കണ്ണിൻ്റെ ലെൻസ്, അതിൻ്റെ ആ സുതാര്യത പോയി കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ലൈറ്റ് റെറ്റിനയിൽ എത്താതെ വരും. ഇത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല ഈ സുതാര്യത കുറവ് വരുന്നത്. ഇത് ക്രമേണയാണ് ഈ സുതാര്യത കുറവ് ഉണ്ടായി വരുന്നത്. ഇപ്പോൾ ആദ്യമൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദൂരക്കാഴ്ചയിലുള്ള മങ്ങലായിരിക്കും, കുറേ കഴിയുമ്പോൾ ലൈറ്റ് കൂടുതൽ ഗ്ലെയർ അടിക്കുന്നതിലുള്ള അസ്വസ്ഥതയായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ദൂരെ നിന്ന് വരുന്ന ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യമായിരിക്കും. അപ്പോൾ ഒരു കണ്ണാടി പവർ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം വരും. ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോഴത്തേക്കും ദൂരക്കാഴ്ച നല്ല മങ്ങൽ വരുന്ന രീതിയിൽ വരാം. അപ്പോൾ ഇതാണ് ഈ കാട്രാക്റ്റിൻ്റെ ഒരു ചേഞ്ച്, ഗ്രാജുവൽ ചേഞ്ചാണ് അത് വരുന്നത്. അപ്പോൾ ഇത് ഏത് സാഹചര്യത്തിലാണ് ഈ വ്യക്തിയുടെ അവരുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിൽ, അവരെ കാഴ്ചയെ ബാധിക്കുന്ന രീതിയിൽ വരുന്നത്, ആ സമയത്ത് ഓപ്പറേഷൻ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. ഈ തുള്ളിമരുന്നുകളൊക്കെ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഫലപ്രദമായിട്ട് അത് കാട്രാക്റ്റ് ഒഴിവാക്കാൻ കഴിയാറില്ല. കാട്രാക്റ്റ് ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ കാട്രാക്റ്റ് ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം ഇതൊരു ഏജിങ് ചേഞ്ചാണ്. ഏജിങ് ചേഞ്ച് നമുക്കൊരിക്കലും തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മളെ സ്കിന്ന്, നമ്മൾ 10 വയസ്സിലെ സ്കിന്നല്ലല്ലോ 60 വയസ്സിലെ 70 വയസ്സിലെ സ്കിൻ എന്ന് പറയുന്നത് പോലെ കണ്ണിൻ്റെ ലെൻസിൽ ആ ചേഞ്ച് വരുന്നത് പിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കാട്രാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്ത് ലെൻസ് വെച്ച് ആ വിഷൻ റീകവർ ചെയ്യുന്നതാണ് ഇപ്പോഴുള്ള ഏറ്റവും സാധ്യമായിട്ടുള്ള ചികിത്സ, ഏറ്റവും അവലംബിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചികിത്സ. അപ്പോൾ കാട്രാക്റ്റ് സർജറി ഏതൊക്കെ തരത്തിലുണ്ട് എന്നുള്ളത്. കാട്രാക്റ്റ് പണ്ടൊക്കെ ചെയ്യുമായിരുന്നത്, ഏറ്റവും ആദ്യം തുടങ്ങുന്നത് ഈ തീരെ കാഴ്ചയില്ലാതെ വരുന്ന സമയത്ത് ഈ തിമിരം നല്ല കട്ടിയായി കഴിഞ്ഞാൽ ഈ ആളിനൊന്നും കാണാൻ പറ്റാതെ വരും. അപ്പോൾ കൗച്ചിങ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമായിരുന്നു. കണ്ടിങ്ങനെ ആളിനെ കിടത്തിയിട്ട് കണ്ണിലൊരു ഇടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ കണ്ണിനകത്തുള്ള ലെൻസ് പൊട്ടി കണ്ണിനകത്ത് തന്നെ വീഴും. അപ്പോഴത്തേക്കും കുറച്ച് പേർക്ക് വെളിച്ചം കാണാൻ പറ്റുന്ന അവസ്ഥ വരും. അപ്പോൾ എന്ന് വെച്ചാൽ ആ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒട്ടും ലൈറ്റ് കയറാത്ത സാഹചര്യത്തിൽ നിന്ന് ആ രീതിയിൽ ലെൻസ് ആയി കഴിയുമ്പോൾ പൊട്ടിച്ച് ഇട്ട് കഴിയുമ്പോൾ കണ്ണിന് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള പ്രൊസീജിയർ, പഴയ പ്രൊസീജിയറാണ്. കുറച്ച് ലൈറ്റ് കാണുമ്പോൾ അവർക്ക് എന്തൊക്കെ നിഴൽ കാണാൻ പറ്റുന്ന രീതിയിൽ വരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വലിയ കട്ടിയുള്ള കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പണ്ടൊക്കെ കാട്രാക്റ്റ് സർജറി ചെയ്തു വരുന്ന പഴയ അപ്പൂപ്പന്മാർക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര കട്ടിയുള്ള കണ്ണാടി വെച്ച് വരും. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അന്ന് ഈ കണ്ണാടി അകത്തുള്ള കാട്രാക്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ അന്ന് അകത്ത് ലെൻസ് വയ്ക്കാൻ പറ്റില്ല, കാട്രാക്റ്റ് എടുത്ത് കളയത്തേ ഉള്ളൂ. അപ്പോൾ വെളിയിൽ ലെൻസ് വെച്ച് അവർ കാണും. പക്ഷേ ഇന്ന് അകത്ത് ലെൻസ് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളത് കൊണ്ട് ഇവർക്ക് കണ്ണാടി വയ്ക്കാതെ തന്നെ ദൂരക്കാഴ്ച കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പഴയ രീതിയിലുള്ള കൗച്ചിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എക്സ്ട്രാ ക്യാപ്സുലർ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു കാട്രാക്റ്റ് സർജറി വന്നു. അതായത് വലിയ മുറിവ് ഉണ്ടാക്കിയിട്ട് കണ്ണിനകത്തുള്ള തിമിരം ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒരു ചില്ല് ലെൻസ് അകത്തിട്ട് തുന്നി ആ മുറിവ് കരിഞ്ഞു ഹീൽ ചെയ്യിപ്പിക്കുന്നുള്ള രീതിയിൽ. അതിനുശേഷം സ്മോൾ ഇൻസിഷൻ കാട്രാക്റ്റ് സർജറി എന്ന് പറഞ്ഞ തരം കാട്രാക്റ്റ് സർജറി വന്നു. അതായത് നേരത്തെ ഉണ്ടായിരുന്ന വലിയ മുറിവുകൾ മാറ്റിയിട്ട് കുറച്ചുകൂടി മുറിവ് ചെറുതാക്കി ആ മുറിവ് തനിയെ ഹീൽ ചെയ്യുന്ന രീതിയിൽ, ഒരു വാൽവ് പോലത്തെ രീതിയിലുള്ള മുറിവ് ഉണ്ടാക്കുന്ന സ്മോൾ ഇൻസിഷൻ കാട്രാക്റ്റ് സർജറി വന്നു. അപ്പോഴും ഈ ലെൻസ് ചില്ലി ലെൻസ് അകത്തിടുകയാണ് ചെയ്തത്. പക്ഷേ ഇതിലൊരു ചേഞ്ച് വരുന്നത് ഈ ഫേക്കോ എമൾസിഫിക്കേഷൻ കാട്രാക്റ്റ് സർജറികൾ വരുന്നതോടുകൂടിയാണ്. അതായത് ചെറിയ സുഷിരത്തിലൂടെ അകത്തുള്ള ലെൻസിനെ നമ്മൾ പൊട്ടിച്ച് സക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒരു ലെൻസ് ചെറിയ സുഷിരത്തിൽ കൂടെ അകത്ത് ഇഞ്ചക്റ്റ് ചെയ്ത് ആ ലെൻസ് അകത്ത് പോയി വികസിച്ച് അതവിടെ ഇരിക്കും, സ്റ്റേബിളായിട്ട് ഇരിക്കും. അപ്പോൾ ഈ രീതിയിലുള്ളത് വന്നതോടുകൂടി മൈക്രോ ഇൻസിഷൻ സർജറീസ് വരികയും കാട്രാക്റ്റ് സർജറികൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് മുറിവ് ഹീലാകുന്നൊരവസ്ഥ വരികയും ചെയ്തു. പഴയ തരം സർജറികൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് അകത്തുള്ള ലെൻസ് ക്ലീൻ ചെയ്ത് ഒരു ചില്ലി ലെൻസ് ഇട്ട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ളൊരു സർജറിയാണ്, പ്രോസസ്സാണ്.
പക്ഷേ ഈ ഫേക്കോ എമൾസിഫിക്കേഷൻ സർജറീസ് വന്നതോടുകൂടി ഇത് കൂടുതൽ മെഷീൻ ഡിപ്പെൻഡൻ്റായി. ഇപ്പോൾ കണ്ണിനകത്ത് ചെറിയ സുഷിരത്തിലൂടെ അകത്തൊരു സാധനം പോയി അത് പൊട്ടിച്ചെടുക്കുക. അത് പൊട്ടിച്ചെടുക്കുമ്പോൾ കണ്ണിന് അതിന് കോർണിയയ്ക്കോ മറ്റു കോശങ്ങൾക്കോ ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഫൈനായിട്ടുള്ള കൺട്രോൾസ് ഉള്ള മെഷീൻസ് ആയിരിക്കണം. പിന്നെ ഈ ലെൻസ് അതുപോലെ മെറ്റീരിയൽ വ്യത്യാസം വേണം. ചുരുട്ടി അകത്താക്കിയതിന് ശേഷം അകത്ത് പോയി ഡെവലപ്പാകണം. ആ ലെൻസിൻ്റെ ക്ലാരിറ്റി മങ്ങൽ വരാത്ത രീതിയിൽ സ്റ്റേബിളായിരിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റിയിലുള്ള ലെൻസുകൾ വരണം. പഴയ കാറ്ററാക്ട് സർജറിയിൽ നിന്നും ഇത്തരം സർജറികളിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ഫാക്ടറും കൂടുകയാണ്. കോസ്റ്റ് ഫാക്ടർ ഈ മെഷീനറീസിൻ്റെ ഫൈൻനെസ്, അത് ഡെലിവറി ചെയ്യുന്ന കൺട്രോൾസ് കൂടുതൽ സേഫായിട്ടുള്ള മെഷീൻസ് കോസ്റ്റ് കൂടും, ലെൻസുകൾക്ക് കോസ്റ്റ് കൂടും. അപ്പോൾ ഇത് കോസ്റ്റ് ഫാക്ടറിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നോർമൽ കാറ്ററാക്ട് സർജറിയിൽ നിന്നും സ്മോൾ ഇൻസിഷൻ ECC അത്തരത്തിലുള്ള കാറ്ററാക്ട് സർജറിയിൽ നിന്നും ഫേക്കോ സർജറിയിലേക്ക് വരുമ്പോൾ, അപ്പോൾ ഈ സർജറികൾ ചെയ്യുമ്പോഴും നമ്മൾ ഇടുന്ന ലെൻസുകൾ ഇടുമ്പോൾ സാധാരണഗതിയിൽ വേണമെങ്കിൽ നമുക്ക് ദൂരക്കാഴ്ച മൊത്തം കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ലെൻസ് വയ്ക്കാം. എന്നിട്ട് റീഡിങ്ങിന് കണ്ണാടി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 40 വയസ്സ് കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ഇവരുടെ കണ്ണിനകത്തുള്ള ലെൻസിൻ്റെ തനിയെ ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി കുറയുന്നത് കൊണ്ടാണ് ഇവർക്ക് റീഡിങ്ങിന് ഗ്ലാസ് വെക്കേണ്ടി വരുന്നത്. അപ്പം നമ്മൾ കണ്ണിനകത്ത് വയ്ക്കുന്ന, ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ണിനകത്ത് വയ്ക്കുന്ന ലെൻസിന് ഒറ്റ ഫോക്കൽ ലെങ്തേ കാണുള്ളൂ. ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റും. അത് ദൂര ഫോക്കസിന് സാധാരണ ഇടുകയാണ് പതിവ്. പക്ഷേ പുതിയ തരം ലെൻസുകളുണ്ട്. ആ ലെൻസുകൾക്ക് ദൂരെയും ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലെയറുകൾ ഉണ്ടാവുകയും അടുത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ലെയറുകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ ലെൻസുകൾ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ദൂരക്കാഴ്ചയ്ക്കും അടുത്ത കാഴ്ചയ്ക്കും കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഈ ഒറ്റ ഫോക്കസുള്ള ലെൻസാണ് ഇടുന്നതെങ്കിൽ ദൂരക്കാഴ്ച കുറച്ച് കഴിഞ്ഞാൽ അടുത്ത കാഴ്ച കിട്ടും. അത് കാരണം ഈ ചില ക്യാമ്പിലൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് കൂടുതൽ ഭംഗിയായിട്ട് അടുത്ത് വായന സാധ്യമാകും. പക്ഷേ ദൂരക്കാഴ്ച ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഈ ദൂരക്കാഴ്ചയും പെർഫെക്റ്റ് ആയിരിക്കും, അടുത്ത കാഴ്ചയും പെർഫെക്റ്റ് ആവണമെങ്കിൽ ആ രീതിയിലുള്ള മൾട്ടി ഫോക്കൽ എന്ന് പറയുന്ന തരത്തിലുള്ള ലെൻസ് ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ഇതിനോടൊപ്പമാണ് ഇപ്പോൾ ലേസർ അസിസ്റ്റഡ് കാറ്ററാക്ട് സർജറി എന്ന് പറഞ്ഞൊരു പുതിയ സംവിധാനമുണ്ട്. അതായത് ഈ ഫേക്കോ എമൾസിഫിക്കേഷൻ കാറ്ററാക്ട് സർജറി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ കോർണിയയിലുള്ള മുറിവ് ലേസർ ഗൈഡഡ് ആയിട്ടിട്ട് മുറിവുണ്ടാക്കാനും ഈ ലെൻസിൻ്റെ കാറ്ററാക്ട് എടുക്കാനുള്ള ഒരു റെക്സിസ് എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കാനും ലെൻസ് കട്ട് ചെയ്യാനും ഈ ലേസർ മാർക്കിങ്സ് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ലേസർ അസിസ്റ്റഡ് കാറ്ററാക്ട് സർജറി എന്ന് പറയുന്നത്. പക്ഷേ ഇതിലെല്ലാം ചെയ്യുന്നത് ഈ മുറിവിലൂടെ അകത്ത് പോയി, ചെറിയ മുറിവിലൂടെ അകത്ത് പോയിട്ട് കാറ്ററാക്ട് റിമൂവ് ചെയ്ത് ലെൻസ് ഇംപ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചെറിയ മുറിവായി കഴിഞ്ഞാൽ കൂടുതൽ പെട്ടെന്ന് ഹീലിംഗ് സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ ഇന്നത്തെ വിഷ്വൽ നീഡ്സ് കൂടുതലായതുകൊണ്ട് ചെറിയ രീതിയിലുള്ള കാഴ്ച ബുദ്ധിമുട്ട് വരുമ്പോഴും ആൾക്കാരെ കാറ്ററാക്ട് ചെയ്യാൻ നിർബന്ധിതരാകാറുണ്ട്. പണ്ടാണെങ്കിൽ ഈ കാറ്ററാക്ട് ഈ വലിയ മുറിവിലൂടെയാണ് കാറ്ററാക്ട് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത്രയും വലിയ മുറ്റിയതിന് ശേഷമാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് അത്രയും മുറ്റുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. കാരണം ഈ ചെറിയ സുഷിരത്തിലൂടെ എടുക്കുമ്പോൾ അത് മുറ്റി കഴിഞ്ഞാൽ ഇത് എടുക്കാൻ പാടാം. അപ്പോൾ അത്രയും മെച്യൂർ ആകുന്നതിന് മുമ്പ്, അത് കട്ടിയാകുന്നതിന് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സേഫായിട്ട് കണ്ണിലധികം ഡാമേജ് ഉണ്ടാകാണ്ട് ഒക്കെ ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പഴയ കാലത്തിനേക്കാളും ഇപ്പോൾ കാറ്ററാക്ട് അധികം മെച്യൂർ ആകുന്നതിന് മുമ്പ് ഓപ്പറേറ്റ് ചെയ്യുകയാണ് ഇപ്പോഴത്തെ പതിവ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ചൊരു സാധാരണ പറയാനുള്ള കാര്യങ്ങൾ.